ഗിർസുദാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചവിട്ടിയെടുത്ത് പുറത്തിട്ടതിന് ശേഷം പിന്നെ മാധ്യമങ്ങൾക്ക് വരെ വെറും ഡോഗ് വിലയാണ്. എവിടെ കിടന്ന് മുരൾച്ചയിട്ടാലും മാപ്രകൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. വെറും വേസ്റ്റ് ഉപയോഗശൂന്യൻ കാറ്റഗറിയിലേക്ക് കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും കൂടി എടുത്തെറിഞ്ഞതിന് ശേഷം ഇത്രയും കഴിവുകെട്ടൊരു KPCC പ്രസിഡന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പോരാത്തതിന് കോൺഗ്രസ്സുകാരെല്ലാം കൂടി വളഞ്ഞിട്ട് തെറിപൂരം നടത്തിയാണ് ചവിട്ടിയെടുത്ത് പുറത്തിട്ടത്. സ്വാഭാവികമായിട്ട് അഡ്രസ് നഷ്ടപ്പെട്ടു. ഈ നാട്ടിൽ അഡ്രസ്സ് നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവർക്ക് മാധ്യമങ്ങളിൽ ഇടം കിട്ടണമെന്നുണ്ടെങ്കിൽ, അവരുടെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് 10 പുലഭ്യം പറയുക. ആ പുലഭ്യം പറഞ്ഞാൽ അവരുടെ ശബ്ദം ഉടനടി വളരെ ഉറക്കെ പുറത്തേക്ക് കേൾക്കും. അങ്ങനെയാണ് ഇന്നിപ്പോൾ അവസാന തന്ത്രമെടുത്ത് പ്രയോഗിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം നാട്ടുകാരനായതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പഞ്ച് ഡയലോഗ് ഗിർസുദാകരൻ അങ്ങ് തട്ടിവിട്ടു. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. കേട്ടല്ലോ, മാപ്രകളെല്ലാം കൂടി ഇന്ന് ആഘോഷിക്കുകയാണ്. സുധാകരന്റെ ഈ പ്രതികരണത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയാണ്. എന്താണ് കാര്യം? ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പിണറായിക്കെതിരെ ഒരു പുലയാട്ട് നടത്തി പിണറായി വിജയനെതിരെ തഗ് ഡയലോഗ് അടിച്ചു. അതുകൊണ്ട് നിങ്ങൾ വാർത്താ പ്രാധാന്യമാകും. നേരത്തെ നിങ്ങൾ നോക്കിയാൽ ഇതുപോലത്തെ വിടുവായന്മാരായിട്ടുള്ള PC ജോർജിന് ഏത് സന്ദർഭത്തിലാണ് അവർക്ക് സ്പേസ് കിട്ടുന്നത്? ഒന്നീ മുസ്ലിം വിരോധം പറയണം, അല്ലെങ്കിൽ പിണറായി വിജയനെ 10 പുലഭ്യം പറയണം. PV അൻവർ ഇപ്പോഴെങ്ങനെയാണ് സ്റ്റാറായി മാറുന്നത്? അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടത്തെല്ലാം മാറ്റിവെച്ചിട്ട് പിണറായിയെ പുലഭ്യം പറയുന്നതോടുകൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്റ്റാറായി മാറിക്കഴിഞ്ഞു. പക്ഷേ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സ്റ്റാറുകളുടെ മറ്റൊരവസ്ഥ കൂടിയുണ്ട്, നിങ്ങൾ കാണണം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. മുഖ്യമന്ത്രി എൻ്റെ അതേ ജില്ലയിൽ താമസിക്കുന്നു എന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു, നാണം കെടുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി സമൂഹത്തിൻ്റെ മുന്നിൽ വലിയ സ്വീകാര്യനാണ്. അയാൾ പിണറായിയെക്കാളും പാർട്ടിക്കകത്ത് എല്ലാവർക്കും കൺകണ്ട വ്യക്തിയാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. മാപ്രകൾ ആ ബൂസ്റ്റപ്പാണല്ലോ കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഈ ഗീർവാണ ഡയലോഗ് അടിച്ചിട്ട് നേരെ സുധാകരൻ ചെന്നു. അവസ്ഥ നോക്കി, തൊട്ടടുത്തിരുന്ന കസേരയിൽ സുധാകരൻ കയറിയിരുന്നു. എണീപ്പിച്ചിറക്കി വിട്ട അവസ്ഥ. പോരാത്തതിന് തൊഴുതിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഈ വ്യക്തിയാണ് പിണറായി വിജയനെ ഓർത്ത് ലജ്ജിക്കുന്നത്. നോക്കിയേ. ഇനി നിങ്ങൾ പറ, ആരെ ഓർത്തായിരിക്കും കണ്ണൂരുകാർ ലജ്ജിക്കുന്നത്? ആ നാട്ടിലെ 2 രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരാൾക്ക് സ്വന്തം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എങ്ങനെയാണ് പരിഗണിക്കുന്നത് നോക്കിയേ. ഇയാളെ ഓർത്താണോ പിണറായി ഓർത്താണോ ആ നാട് അഭിമാനം കൊള്ളുക? ഇങ്ങനെയുള്ള ദുരന്തങ്ങളെയാണ് മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കുന്നത്. സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ പട്ടിവില. അങ്ങനെയുള്ളവർ പറയുന്ന ഡയലോഗിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി നോക്കിയേ. പിണറായി വിജയന് ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു ഗതി വരില്ല. പക്ഷേ സ്വന്തം പാർട്ടിയിലെ പ്രമുഖ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധി തൊട്ടടുത്ത കസേരയിൽ നിന്നപ്പോൾ എണീറ്റ് പോടാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പിണറായി വിജയന്റെ ജില്ലയിൽ ജീവിക്കുന്ന ഓർത്ത് നാണക്കേട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നാണക്കേട് പിണറായി വിജയനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പൊൻതൂവലാണ്. കാര്യം, ഇങ്ങനെ വിലയില്ലാത്ത, കറിവേപ്പിലേക്കാളും ഗതികേടായിട്ടുള്ള രാഷ്ട്രീയ സിംഗമെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. സ്വന്തം അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ? അല്ലെങ്കിൽ സ്വന്തം മുഖം നോക്കിയിട്ട് വേണം, പാർട്ടിക്കകത്ത് ഞാൻ എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ ഇറങ്ങാൻ. ഇങ്ങനെയൊക്കെ പരസ്യമായി 2 ഡയലോഗ് അടിച്ച് കയ്യടി നേടുമ്പോൾ നാട്ടുകാർ ഇത്തരം ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ട് ആരാണ് രാഷ്ട്രീയ മാലിന്യമെന്നും സ്വന്തം പാർട്ടിക്കാർക്ക് വരെ അടുത്തിരിക്കുന്നതിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തി സ്വയം ഒരു സംഭവമാണെന്ന് കരുതി പിണറായി വിജയന്റെ പേരിൽ മൈലേജ് അടിക്കാൻ നടത്തുന്ന ആ നെറുകെട്ട ശ്രമത്തെ അവരുടെ പാർട്ടിക്കാർ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുത്ത രീതി നിങ്ങൾ കണ്ടില്ലേ? ഇനി നിങ്ങൾ പറ, ആരാണ് കണ്ണൂരിന്റെ റിയൽ ഹീറോ എന്നുള്ള കാര്യം?